ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വോമിറ്റ് ചെയ്തിരിക്കുന്ന രുക്കുവിനോട് അർച്ചന ചോദിക്കുന്നുണ്ട്, രുക്കുവിന് പച്ചമാങ്ങ എങ്ങാനും വേണോ? അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനംപുരട്ടലും വോമിറ്റിംഗ് ഒക്കെ നിൽക്കുമെന്ന് പറയാണ്. അഞ്ചു അപ്പൊ പറയുന്നുണ്ട്, കുറവില്ലെങ്കിൽ എന്നാ ഹോസ്പിറ്റലിലേക്ക് പോവണോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പെട്ടെന്ന് പറയുന്നുണ്ട്, ഇതിനൊക്കെ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ ഇതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അർച്ചന പറയുന്നുണ്ട്, ശരി എന്നാ രുക്കു പോയി റെസ്റ്റ് എടുക്കെന്ന് പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ രുക്കുവിന് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ അടുക്കളയ്ക്ക് പോവുകയാണ്. അച്ചും രുക്കുവിന്റെ കൂടെ പോവാനായി നിൽക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, എന്താടാ അച്ചു, നിനക്കും ഛർദിക്കാൻ വരുന്നുണ്ടോ? അല്ല, അവളുടേതുപോലെ നിനക്കും ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? ഇന്നല്ലേ ചെക്കപ്പിന് പോവേണ്ടത് ഹോസ്പിറ്റലിലേക്ക്, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തോ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, എടുക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് പറയാണ്. അച്ഛന ഇപ്പൊ പറയുന്നുണ്ട്, ശരി, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട, ഞാൻ തന്നെ ഇന്നത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാം, ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയാണ് അർച്ചന. ഇത് കേട്ട് അച്ചു ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം അച്ചു റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മഞ്ജു ചായയും കൊണ്ടുവന്ന്, ചേച്ചി ഇത് ഞാൻ കൊണ്ടുപോയി രുക്കുവിന് കൊടുത്തിട്ട് വരാമെന്ന് പറയാണ്. അച്ഛനപ്പോ പറയുന്നുണ്ട്, മഞ്ജു ഇപ്പോൾ രുക്കുവിന് ഈ ചായ കൊടുക്കണ്ട, അവൾക്ക് ഇപ്പോൾ ചായ അല്ല ആവശ്യം, അവളുടെ അസ്വസ്ഥത മാറാൻ വേറൊരു സാധനമാണ് ആവശ്യം, നീ ഈ ചായ ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിന്റെ കയ്യിൽ നിന്നും അർച്ചന ആ ചായ വാങ്ങി അടുക്കളയിലേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ എന്തായിരിക്കും അർച്ചന ചേച്ചി അവൾക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചങ്ങനെ നിൽക്കുകയാണ്. അച്ചു ആണെങ്കിൽ വളരെ ടെൻഷനോടെ രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു, നമ്മൾ ശരിക്കും പെട്ടു, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ചേച്ചി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ കൂടെ ചേച്ചിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു, നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറഞ്ഞ് ചേച്ചിയെ ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാണ് ചേച്ചിയോട്, എന്തായാലും നമ്മളും കൂടെ പോകുമ്പോൾ ചേച്ചി വരുമെന്ന് ഉറപ്പാണെന്ന് അച്ചു പറയുമ്പോ രുക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രാവിലെ ഒരു ഛർദി അഭിനയിച്ച് എങ്ങനെയൊക്കെ ചേച്ചിയെ വശത്താക്കിയിരിക്കുകയായിരുന്നു, ഇതിപ്പോ ഇന്ന് നമ്മൾ നാണം കെടുമെന്നാ തോന്നുന്നതെന്നൊക്കെ രുക്കു അച്ചുവിനോട് അങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന ജ്യൂസുമായി വരുന്നത്. അർച്ചന എന്നിട്ട് അച്ചുവിനോട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യമാണോ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, അത് ചേച്ചി, ഞങ്ങൾ പോകുന്ന കാര്യം സംസാരിക്കായിരുന്നു എന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല, ചേച്ചിക്ക് കോടതിയിൽ പോവാനുള്ളതല്ലേ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് ആലോചിക്കാം, നിന്റെ അസ്വസ്ഥതകളെല്ലാം മാറിയോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ഇപ്പോഴും എന്തോ ഒരു വല്ലായ്മയുണ്ട് ചേച്ചി, എല്ലാത്ത മനം പുരട്ടലാണെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, സാരല്ല, ഇതിന് പറ്റിയൊരു മരുന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞ് അർച്ചന ജ്യൂസ് എടുത്ത് രുക്കുവിന് കൊടുക്കുകയാണ്. രുക്കു അത് കണ്ട് ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഇത് കാഞ്ഞിരത്തിന്റെ കുരു ചതച്ചിട്ടതാണ്, കയ്പും ചമർപ്പും ഒന്നും നോക്കണ്ട, നിനക്ക് വെയ്യാത്തതല്ലേ, ഇത് കുടിക്ക്, എല്ലാം മാറുമെന്ന് പറയാണ്. രുക്കു ആണെങ്കിൽ അപ്പോ അച്ചുവിനെ നോക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി ഇതെല്ലാം കുടിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചോദിക്കുമ്പോ രുക്കുവും പറയുന്നുണ്ട്, അത് ചേച്ചി, ഇത് കുടിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോ അർച്ചന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതിന് നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടായാലല്ലേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, കുഞ്ഞിനൊന്നും വരില്ല, ഞാൻ പണ്ട് ചിന്നുവിനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഇതെല്ലാം കുടിച്ചിട്ടുണ്ട്, ഇത് ഗർഭിണികളല്ലാത്ത സ്ത്രീകൾ കുടിച്ചാൽ ഭയങ്കര കയ്പായിരിക്കും, പക്ഷെ ഗർഭിണികൾ പൊതുവെ കുടിച്ചാൽ കയ്പൊന്നും തോന്നാറില്ല, എന്തായാലും ഇത് വേഗം തന്നെ കുടിക്ക് രുക്കു, നിന്റെ ഛർദിയും ക്ഷീണമൊക്കെ മാറണ്ടേ എന്നൊക്കെ പറഞ്ഞ് അർച്ചന അത് നിർബന്ധിച്ച് രുക്കുവിന് കൊടുക്കുകയാണ്. ഇനി ഇത് കുടിക്കല്ലാതെ വേറെ വഴിയില്ലെന്നറിഞ്ഞ് രുക്കു മനസ്സിലെ മനസ്സോടെ അച്ചുവിനെ നോക്കിക്കൊണ്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. അച്ഛനെയാണെങ്കിൽ രുക്കു ജ്യൂസ് കുടിക്കുന്നത് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ജ്യൂസ് പകുതി കുടിച്ചതിന് ശേഷം രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഇത് കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഗർഭം ഇല്ലെന്ന് പറയുന്നതാണെന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ അർച്ചന രുക്കുവിനെ ആ ജ്യൂസ് കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. രുക്കു അതിനുശേഷം ആ ജ്യൂസ് ഫുള്ളും കുടിക്കുകയാണ്. എങ്ങനെയുണ്ട് രുക്കു, ജ്യൂസ് കൊള്ളാലേ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ആ നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി, എനിക്ക് കയ്പ് തോന്നിയതേ ഇല്ല എന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇനിയും ഇങ്ങനെ മനം പുരട്ടലും ഛർദിയും ക്ഷീണവും ഒക്കെ വരുമ്പോ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അയ്യോ വേണ്ട ചേച്ചി, എനിക്കിപ്പോൾ ഛർദിക്കാൻ തോന്നുന്നതേ ഇല്ല എന്ന് പറയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, 10 മണിക്ക് പോവണം, രുക്കു നീ റെസ്റ്റ് എടുക്ക്, ആ സമയമാകുമ്പോൾ റെഡിയായി വരണമെന്ന് പറഞ്ഞ് ജ്യൂസിന്റെ ഗ്ലാസും വാങ്ങിച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. രുക്കു ആണെങ്കിൽ ആ ജ്യൂസ് കുടിച്ച് കഴിച്ചുകൊണ്ട് വാഷ് ബേസിൽ പോയി അതെല്ലാം അങ്ങനെ ഛർദിച്ച് കളയുന്നുണ്ട്. പിന്നീട് ചേച്ചിയോടുള്ള ദേഷ്യം രുക്കു അച്ചുവിനോട് തീർക്കുകയാണ്. എന്തായാലും ഞാൻ ചേച്ചിയുടെ കൂടെ ഇനി ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, ചേച്ചിയല്ലേ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്, അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പോവാതിരിക്കുമെന്ന് ചോദിക്കുകയാണ്. ചേച്ചി വരുന്നത് നിന്നെ കൊണ്ട് തടയാൻ പറ്റിയില്ലെങ്കിൽ അതെങ്ങനെ തടയാമെന്ന് എനിക്കറിയാം, എന്താണെന്നൊന്നും നീ അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രുക്കു ദേഷ്യം വന്നുകൊണ്ട് അങ്ങനെ പോയി കിടക്കുകയാണ്. അതിനുശേഷം രുക്കു ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് എന്താ രുക്കു, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പൊ ഞാനാണ് പ്രശ്നം, രാവിലെ തന്നെ അർച്ചന ചേച്ചി ഇടങ്കോലുമായിട്ട്
വന്നിരിക്കുകയാണ്. എന്നെ കൊണ്ട് ചെക്കപ്പിന് അർച്ചന ചേച്ചിയും കൂടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവരെന്റെ കൂടെ വന്നാൽ എന്റെ പ്രഗ്നൻസി ഡ്രാമ പൊളിയും. ഞാൻ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഞാൻ ഡോക്ടറെ കാണാനായി പോയിട്ടില്ല. ഡോക്ടർക്ക് ഇപ്പോൾ എന്നെ ഓർമ്മയുണ്ടെന്ന് പോലും സംശയമാണ്. അതുകൊണ്ട് അർച്ചന ചേച്ചി എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ നാറി നാണം കെടും. ചന്ദ്ര ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യോ? ഈ കുരുക്കിൽ നിന്ന് ചന്ദ്ര ചേച്ചി എന്നെ രക്ഷിക്കണം. ചേച്ചിക്ക് മാത്രമേ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവൂ. ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ അമ്പാട്ടിലേക്ക് വരണം. എന്നിട്ട് എനിക്കും ചേച്ചിക്കും അച്ചുവിനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് രുക്കു ഫോണ് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ചിന്നു റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനന്തനും മുകുന്ദനും വരുന്നത്. ഇങ്ങനെയുണ്ട് മോളെ, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എനിക്ക് സുഖമായി, നാളെ മുതൽ എനിക്ക് കോളേജിലേക്ക് പോവാമെന്ന് പറയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചന റെഡിയായി അങ്ങോട്ടേക്ക് വരുന്നത്. അനന്തനപ്പോ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ ആരെങ്കിലും ഇന്ന് ചിന്നുവിന്റെ കൂടെ ഇവിടെ ഇരിക്കണോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല, രമ്യയും മഞ്ജു ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ മോളെ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ അർച്ചനയോട് പറയുന്നുണ്ട്, മതി അമ്മയെന്ന്. അതിനുശേഷം മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്ന് നേരത്തെ ഇറങ്ങിയോ കോടതിയിലേക്ക് എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഞാനിന്ന് കോടതിയിലേക്കല്ല പോകുന്നത്, ഇന്ന് രുക്കുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കണം, ചെക്കപ്പ് ഉള്ളതാണ്, ഞാനും അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വരുന്നുണ്ട്. അർച്ചന ഇപ്പൊ ചോദിക്കുന്നുണ്ട്, രുക്കു ഇതുവരെ റെഡി ആയില്ലേ, സമയമായല്ലോ എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, ചേച്ചി രുക്കുവിന് നല്ല ക്ഷീണം, നമുക്ക് മറ്റൊരു ദിവസം പോയാലോ എന്ന് ചോദിക്കുമ്പോ അനന്തനും മുകുന്ദനൊക്കെ പറയുന്നുണ്ട്, വെയ്യാതിരിക്കുമ്പോഴല്ലേ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടത്, നീ അവളോട് പോയി റെഡിയായി വരാൻ പറ എന്ന് മുകുന്ദൻ പറയുന്നുണ്ട്. അർച്ചന വരണ്ട എന്ന് അച്ചു വീണ്ടും വീണ്ടും പറയുന്നത് കേട്ട് അർച്ചന അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ കൂടെ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല ചേച്ചി എന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, എന്നാ ശരി അവളോട് പോയി റെഡിയാവാൻ പറ, ഈ യാത്ര എന്തായാലും മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അർച്ചന അച്ചുവിനോട് തീർത്തു പറയാണ്. അതിനുശേഷം മഞ്ജുവും മുകുന്ദനും കൂടി പുറത്തേക്ക് വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. മുകുന്ദൻ അപ്പോ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇവരെന്തിനാണ് ഇപ്പോഴിങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതെന്ന്. ചന്ദ്ര അത് കേൾക്കുന്നുണ്ട്. മുകുന്ദനോട് എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി വന്നതല്ല മുകുന്ദ, രുക്കുവിന് വെയ്യെന്നറിഞ്ഞു, അവളെ ഒന്ന് കാണാനായി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. മുകുന്ദൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇവിടത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെ ആരാണ് വിളിച്ചറിയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മുകുന്ദന്റെ കൂടെ മഞ്ജുവും അപ്പോ സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു മറുപടിയും പറയാതെ ചന്ദ്ര അകത്തേക്ക് പോവുകയാണ്. അർച്ചന അപ്പോൾ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ രുക്കു കാര്യമെന്ന്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി രുക്കുവിന് വയ്യാത്തത് ആരെയോ ചന്ദ്രകാന്തത്തിലേക്ക് വിളിച്ചറിയിച്ചിരിക്കുന്നു എന്ന് മഞ്ജു പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, ആര് പറയാനാണ്, രുക്ക് തന്നെയായിരിക്കും, അച്ചു എന്തായാലും വിളിച്ചു പറയില്ലെന്ന് രമ്യ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ആരോ വിളിച്ചു പറഞ്ഞോട്ടെ, ഗർഭിണിയാവുമ്പോൾ ചിലപ്പോൾ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും, അത് കേട്ട് ചന്ദ്ര ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോ അവൾക്ക് സുഖമില്ലാത്ത സ്ഥിതിക്ക് എന്താണെന്ന് അറിയണമല്ലോ, ഞാൻ എന്തായാലും രുക്കുവിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രുക്കുവിനെ കാണാനായി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് രുക്കുവും ചന്ദ്രയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അർച്ചന ചേച്ചി എന്നെ കൊണ്ട് പോവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുകയാണെന്ന് രുക്കു പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായി, ഞാൻ ഇവിടെ വന്നത് അവർക്കൊന്നും അത്ര പിടിച്ചിട്ടില്ലെന്ന് ചന്ദ്ര പറയുമ്പോ അങ്ങോട്ടേക്ക് അച്ചു വരുന്നുണ്ട്. പിന്നീട് അവര് മൂന്നുപേരും കൂടി എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ആലോചിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം, അർച്ചന വരണ്ട എന്ന് ഞാൻ പറയാം, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം, അച്ചു എന്തായാലും ഇപ്പോ അവരുടെ അടുത്തേക്ക് പോ, ഞാൻ രുക്കുവിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ചന്ദ്ര പറയാണ്. അച്ചു അപ്പൊ തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ചന്ദ്ര രുക്കുവിനോട് പറയുന്നുണ്ട്, നിന്നെ ഇവിടുന്ന് സേഫായി കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു, അർച്ചന നിന്നെ ഒരു ചുക്കും ചെയ്യില്ല, ഞാൻ നോക്കിക്കൊള്ളാം, നീ പോയി റെഡിയാവെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. പിന്നീട് രുക്കു റെഡിയായി ചന്ദ്രയും രുക്കുവും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. രുക്കുവിനെ കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, നിന്റെ ക്ഷീണവും തളർച്ചയൊക്കെ മാറിയോ രുക്കു എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടും മാറില്ല, ഇപ്പോഴും നല്ല ക്ഷീണമുണ്ടെന്ന് പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ, ചന്ദ്രകാന്തത്തിൽ നിന്ന് നാത്തൂൻ വന്ന് കണ്ടപ്പോ നിന്റെ ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഗർഭിണിയായ ഒരു സ്ത്രീയുടെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ലേ അർച്ചനെ, നീയും ഒന്ന് പെറ്റതല്ലേ, ഈ വീട്ടിൽ ഗർഭിണിയായ ഇവൾക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എങ്ങനെയാണ് ഇവൾക്ക് ക്ഷീണവും തളർച്ചയും വരാതിരിക്കും, സമീപനം ഇങ്ങനെയൊക്കെയല്ലേ എന്ന് ചന്ദ്ര പറയുമ്പോ രമ്യ അതിന് മറുപടി പറയുന്നുണ്ട്, ഞങ്ങളാരും രുക്കുവിന് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രുക്കും അച്ചുവും പറയട്ടെ എന്ന് ചോദിക്കുമ്പോ രുക്കു ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, നീ എന്താണ് അച്ചു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, ഭാര്യയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ചെക്കപ്പ് നടത്തേണ്ടേ, വായു സമയമായി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അർച്ചന അവരെയും വിളിച്ചുകൊണ്ട് പോവാനായി നിൽക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി കൂടെ വരണമെന്നില്ല, ഞങ്ങൾ പോയിക്കോളാം, ചേച്ചി കോടതിയിലേക്ക്
പോയിക്കോ എന്ന് പറയുമ്പോ അർച്ചന ദേഷ്യം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ നമ്മൾ തീരുമാനിച്ചത്, പെട്ടെന്ന് എന്താണ് ഒരു മാറ്റം? അല്ല, ഇതെല്ലാം ആരുടെ തീരുമാനമാണെന്ന് അർച്ചന ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, തീരുമാനം എന്റേതാണ്. ഈ അമ്പാട്ട് വീട്ടിലെ അടുക്കള കാര്യങ്ങൾ നോക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. രുക്കുവിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കും അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ അമ്പാട്ടിലെ ആരും എന്റെ അടുത്തേക്ക് വരണ്ട. ഇവളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അർച്ചന വെറുതെ ബുദ്ധിമുട്ടേണ്ട. ഇന്ന് ഇവർക്കൊപ്പം ഡോക്ടറെ കാണാൻ ഞാനാണ് കൂടെ പോകുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അർച്ചന അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. രുക്കുവിനാണെങ്കിൽ ആകെ സന്തോഷാവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.